എൻ്റെ പേര് ആൽബി. ഞാൻ കാസർഗോഡ് ജില്ലയിലെ ദേലമ്പാടിയിൽ നിന്ന് വരുന്നു. എൻ്റെ മോൻ്റെ പേര് അശ്വിൻ. എനിക്ക് വളരെ കാലമായിട്ട് മൈഗ്രെയിനിൻ്റെ തലവേദന, ഭയങ്കര തലവേദനയായിരുന്നു. ഏകദേശം ഒരു 10ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ടേ ഭയങ്കര തലവേദനയായിരുന്നു. കുറേ മരുന്നുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിലൊന്നും ഒരു കുറവും ഉണ്ടായിട്ടില്ല. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2/7/2022 പക്ഷെ ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി അന്ന് തന്നെ എനിക്ക് ഭയങ്കരമായ തലവേദന, സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, നിൻ്റെ അടുത്ത് വന്നത് എൻ്റെ തലവേദന, എൻ്റെ വേദനകൾ, അസുഖം മാറാൻ വേണ്ടിയല്ല നിൻ്റെ മണ്ണിൽ ഞാൻ കാല് കുത്തിയത്. എന്നിട്ട് എന്തുകൊണ്ടാണ് നീ എനിക്ക് ഇത്രമാത്രം വേദന ഇന്ന് തരുന്നത്? ഞാൻ വീട്ടിൽ പോയി ഉടമ്പടി തൈലം ഉപയോഗിച്ചു, ഉപ്പ് ഉപയോഗിച്ച് വെള്ളം കുടിക്കുമായിരുന്നു, അതുപോലെ തേൻ ഉപയോഗിക്കുമായിരുന്നു. എന്ത് അസുഖം വരുമ്പോഴേ മോൻ ഓടി വന്ന് തേനോ തൈലമോ എടുത്തിട്ട് പറ്റും, അമ്മ എടുത്ത് കുടിക്കുക, മാതാവ് മാറ്റിത്തരുമെന്ന് അവൻ എപ്പോഴും പറയും. അങ്ങനെ ഉടമ്പടി തൈലം സ്ഥിരമായി ഉപയോഗിച്ചതിൻ്റെ പേരിൽ എനിക്ക് ആ തലവേദന, എനിക്ക് 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ തൊട്ട് തലവേദനയാണ്. ഞാനിപ്പോൾ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് യാത്ര ചെയ്യുമ്പോഴെല്ലാം ഭയങ്കരമായ തലവേദനയാണ്. പക്ഷേ അമ്മ മാതാവ് എനിക്കത് പൂർണ്ണമായും എനിക്ക് രോഗസൗഖ്യം തന്ന് എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഞാൻ സ്കൂളിൽ ബസ്സിൽ യാത്ര ചെയ്യണം, ബസ് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ കുട്ടികളെ, ഇങ്ങനെ ചെറിയ കുട്ടികളെ, അപ്പം ബസ്സിൽ വേറെ ആരുമില്ല, ടീച്ചേഴ്സ് തന്നെ, ഞാൻ വരുന്ന റൂട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ടീച്ചേഴ്സ് തന്നെയാണ് കുട്ടികളെ പിടിച്ച് സ്റ്റെപ്പ് കയറ്റേണ്ടത്. അങ്ങനെ കയറ്റുമ്പോഴെല്ലാം എനിക്ക് ഭയങ്കര നടുവേദനയായിരുന്നു. അങ്ങനെ മാസത്തിൽ 2-3 പ്രാവശ്യം എനിക്ക് ഡിസ്ക് തെന്നി മാറുമായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് 3:30 ബസ്സിൽ കയറുന്നതാണ്. വീട്ടിലെത്തുമ്പോൾ 5 മണിയോളം ആകും. അപ്പോൾ റോഡെല്ലാം വളരെ റഫായ റോഡാണ്. അപ്പോൾ ജോലിക്ക് പോകുന്നതുകൊണ്ട് അവർ പറയുന്ന പോലെ നമ്മൾ ആ ഡ്യൂട്ടി എടുക്കുകയും വേണം. അപ്പോൾ ഡിസ്ക് മാറുന്ന പ്രശ്നമുള്ളൂ. വീട്ടിൽ വന്ന് ചിലപ്പോൾ കട്ടിലേക്കോ അങ്ങനെ സ്റ്റെപ്പിലേക്കോ കയറുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും. പിന്നെ അവിടെ നിന്ന് അനങ്ങാൻ പറ്റത്തില്ല. പിന്നെ ഇവർ പിടിച്ചുകൊണ്ടാണ് കട്ടിലിൽ കൊണ്ടേ കിടത്തുന്നത്. അങ്ങനെ 2-3 പ്രാവശ്യം, കുറേ പ്രാവശ്യം വൈദ്യൻ്റെ അടുത്ത് പോയി. അപ്പോൾ പറഞ്ഞു ചിലപ്പോൾ വെയിറ്റ് ഇട്ട് കിടക്കേണ്ട വരും ഹോസ്പിറ്റലിൽ പോയാൽ. അങ്ങനെ കുറേ പ്രാവശ്യം പിടിച്ചിട്ടു, ഡിസ്ക് അവർ തിരുമ്മി പിടിച്ചിട്ടു. അങ്ങനെയൊന്നും ഒരു മാറ്റവും ഉണ്ടായില്ല, പെട്ടെന്ന് വേദനയാന്ന്. അങ്ങനെ കഴിഞ്ഞ വർഷം ഞങ്ങളിവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് അച്ഛനോട് പറഞ്ഞ്, അച്ഛൻ എൻ്റെ നടുവിൽ കൈ വെച്ച് പ്രാർത്ഥിച്ച് അന്ന് തന്നെ എനിക്ക് ആ വേദന മാറുകയും പിന്നീട് ഒരിക്കലും, ഇപ്പോൾ 1 വർഷത്തോളമായി, പിന്നീട് ഒരിക്കലും, ഇപ്പോഴും ഞാൻ ആ സ്കൂളിൽ നിന്ന് മാറി വേറെ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. 1 മണിക്കൂറോളം സ്കൂട്ടി ഓടിച്ച് റഫായ റോഡിൽ കൂടെ പോയാൽ പോലും എനിക്ക് ഇതുവരെ ആ നടുവിന് വേദന ഇതുവരെ മാറുകയോ അതുപോലെ നടുവിന് ഒരു പ്രശ്നവും എനിക്കുണ്ടായിട്ടില്ല. ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥന വഴി എനിക്ക് അത് പൂർണ്ണമായും മാറിക്കിട്ടി. അമ്മ മാതാവിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ മോന് പെട്ടെന്ന് ഭയങ്കര കാലുവേദന വരും. അപ്പോൾ ഞങ്ങൾ ഓർക്ക് സ്കൂളിൽ പോയിട്ട് അവൻ കളിച്ചിട്ടൊക്കെ ആയിരിക്കും അവന് വേദന ഉണ്ടാവുന്നതെന്ന്. പെട്ടെന്ന് കളിച്ചാലും കളിച്ചില്ലെങ്കിലും വൈകുന്നേരം അമ്മ പറയുന്നു ഭയങ്കര കാലുവേദന എടുക്കുന്ന അമ്മയെന്ന് പറയും. അങ്ങനെ പോയി കിടന്നു കഴിയുമ്പോൾ അവൻ പെട്ടെന്ന് ശരീരമാകെ പെട്ടെന്ന് വിയർക്കും, അപ്പം ക്ഷീണിതനായിട്ട് കിടക്കും. അപ്പോൾ അനങ്ങത്തൊന്നുമില്ല, ഭയങ്കര വിയർത്ത് കുളിച്ച്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ പോയി തൈലം എടുത്ത് അവൻ്റെ കാലിൽ പുരട്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കിനും അവൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ലാത്ത പോലെ അവൻ ചാടി എണീക്കും. പറയും എനിക്ക് കാലുവേദനയില്ല, എൻ്റെ കാലുവേദന പോയി എന്ന് പറയും. അങ്ങനെ ആ തൈലം പുരട്ടി, വിശുദ്ധ തൈലം പുരട്ടി, ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് പൂർണ്ണമായും ആ കാലുവേദനയോ പിന്നീട് ഒരിക്കലും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഉടമ്പടി എടുത്തത് മുതൽ പ്രത്യേകം പ്രാർത്ഥിക്കുവാനും അതുപോലെ സ്വയമേ നമ്മൾ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനും, ഉടമ്പടി ധ്യാനം ഒന്നും ലൈവിൽ കൂടാൻ പറ്റത്തില്ല, സ്കൂളിലായതുകൊണ്ട് ക്ലാസ്സിൽ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് അങ്ങനെ കൂടാൻ പറ്റിയില്ലെങ്കിലും പിന്നീട് ആ ഉടമ്പടി ധ്യാനം പിന്നീട് അത് കൂടുമായിരുന്നു. അതുപോലെ സാക്ഷ്യങ്ങൾ കേൾക്കും, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കും. അതുപോലെ ഒരു ദിവസം പോലും ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന ചെല്ലാതെ, എത്ര ക്ഷീണമാണെങ്കിലും പ്രാർത്ഥിക്കാതെ കിടന്നുറങ്ങുന്ന സമയമില്ല. എത്ര രാത്രിയായെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടേ ഞങ്ങൾ കിടന്നുറങ്ങാറുള്ളൂ. അതുപോലെ തന്നെ മോർണിംഗ് പ്രെയറും അതുപോലെ തന്നെ ചെയ്യാറുണ്ട്. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ പത്രം വിതരണം ചെയ്യും,
അതുപോലെ എൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അവരോടെല്ലാം ഈ ഉടമ്പടിയെക്കുറിച്ച് പറയുകയും അവർക്ക് പത്രം കൊടുക്കുകയും അവരെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുകയും എല്ലാം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് നെയ്ബറായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഉടമ്പടിയെക്കുറിച്ചും അങ്ങനെ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചും പിന്നെ എനിക്കറിയാവുന്ന ഫ്രണ്ട്സിനെല്ലാം ഉടമ്പടി ധ്യാനവും അതുപോലെ തന്നെ സാക്ഷ്യങ്ങളും അയച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ അനാഥ അമ്മമാർ താമസിക്കുന്നിടമുണ്ട്. സമയം കിട്ടുമ്പോഴെല്ലാം അവിടെ പോയി നമ്മളാൽ പറ്റുന്ന വിധം അവർക്ക് സഹായം ചെയ്യാറുണ്ട്. നമ്മളെ കാണുമ്പോഴെല്ലാം അവർക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ അവർ മക്കളെല്ലാം ഉപേക്ഷിച്ച് കൊണ്ടേയാക്കിയ അമ്മമാരാണ്. അപ്പോൾ സിസ്റ്റേഴ്സ് നടത്തുന്നതാണ്. അപ്പോൾ അവരുടെ അടുത്ത് പോയി കഴിയുമ്പോൾ അവർ നമ്മളെ മക്കൾ ചെന്ന് കാണുന്ന പോലെ നമ്മളെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അതുപോലെ അവർക്ക് നമ്മൾ ആവുന്ന വിധത്തിൽ സഹായങ്ങൾ ചെയ്യാറുണ്ട്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഏറെ പ്രത്യേകിച്ച് ലഭിച്ച സൗഖ്യങ്ങളാണ് ഇപ്പം പറഞ്ഞത്. 4ഓളം സൗഖ്യങ്ങൾ. അത് വളരെ ചുരുങ്ങിയ ഭാഷയിൽ പറയുമ്പോൾ അത് എത്രത്തോളം ഒരു വ്യക്തി ജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്നതാണെന്ന് പറഞ്ഞു. 10ാം ക്ലാസ് തൊട്ട് ഉണ്ടായിരുന്നൊരു ബുദ്ധിമുട്ട് അത് ഉടമ്പടിയിലൂടെ മാറിയെന്നൊക്കെ പറയുന്നത് അത് വലിയൊരു അനുഭവം തന്നെയാണ്. കാരണം ഒരുപാട് സാക്ഷ്യങ്ങൾ ഇങ്ങനെ വർഷങ്ങളോളം അവർ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഒരുപാട് രോഗങ്ങൾ അല്ലെങ്കിൽ അതൊരു സൗഖ്യമായിട്ട് ഉടമ്പടിയിലൂടെ മാറുന്നുണ്ട്. അപ്പം എപ്പോഴും ബൈബിളിലാണെങ്കിലും ഈ സൗഖ്യം എപ്പോഴും ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ടാണ് ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വായിക്കുന്നതും. അത് സൗഖ്യം നൽകുന്നത് കർത്താവാണെന്നുള്ള വചനമുണ്ടല്ലോ. പേരെ പ്രത്യേകിച്ച് അങ്ങനെ ലഭിച്ചൊരു സൗഖ്യം. ഇപ്പോൾ കൂടെ നിൽക്കുന്ന മകന് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ലഭിച്ച സൗഖ്യം, പിന്നീട് ബഹുമാനപ്പെട്ട അച്ഛനെ കാണാനായിട്ട് ഇവിടെ വന്നതിന് ശേഷം ഈ അൾത്താരയിൽ നിന്ന് പരിശുദ്ധ അമ്മ വഴി ലഭിച്ച സൗഖ്യത്തിനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നിയോഗങ്ങളുമായിരുന്നു. അതിൽ ലഭിച്ചതും അത് അന്നത്തെ ദിവസം തന്നെ അപ്പോൾ അത് ദൈവം എടുത്തു മാറ്റി എന്നുള്ളൊരു ബോധ്യത്തിലാണ് ഇപ്പോൾ ഈ സാക്ഷ്യം പറയുന്നത്. ഒപ്പം തന്നെ ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തയോടുകൂടെ നിലനിൽക്കുവാനായിട്ടുള്ള ശ്രമം ഇദ്ദേഹത്തിനുണ്ട്. കാരണം ആയിരിക്കുന്ന ഇടങ്ങളിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്ന കാരുണ്യ പ്രവർത്തനങ്ങളിലെ ആധ്യാത്മികമായിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഈ സംശയ ദൂരീകരണം എന്ന് പറയുന്നത്. കാരുണ്യ പ്രവർത്തനങ്ങൾ ശാരീരികവും ആധ്യാത്മികമായിട്ട് 2 തലങ്ങളിലാണ്. അതിലൊന്നാണ് സംശയ ദൂരീകരിച്ച് കൊടുക്കുക, ദൈവത്തിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ വ്യക്തമായിട്ട് അനുഭവങ്ങളുള്ള ഒരു വ്യക്തിക്ക് അത് ഏറെ സാധ്യമാണ്. കാരണം ഹൃദയത്തിൽ നിറഞ്ഞൊരു അനുഭവം സാക്ഷ്യങ്ങളായിട്ട് പറയാനായിട്ടുണ്ട്. ഒപ്പം തന്നെ കുടുംബത്തിൽ പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല എന്നൊക്കെ ബോധ്യത്തോടെ പറയാനായിട്ട് അൾത്താരയിൽ കയറി ദൈവ തിരുമുമ്പിൽ പറ്റുമ്പോൾ തന്നെയും അത് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ വലിയൊരു ആസ്തിയാണ്. അപ്പോൾ അങ്ങനെ ഉടമ്പടി എന്ന പ്രാർത്ഥനയിൽ നടക്കുന്ന ഈ സൗഖ്യങ്ങൾ പരിശുദ്ധ അമ്മ നൽകിയ വലിയ അനുഭവങ്ങളാണ്. ദൈവം നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.